Welcome to episode number 2 of Let's Talk About IBS Irritable Bowel Syndrome. സൊഫാഗസിക്ക് ഞാനിങ്ങനെ ഗുളിക ഇടും. ഈ സൊഫാഗസ് കൂടെ ഇറങ്ങി ഞാൻ ജീവിതം ഇങ്ങനെ നേരിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഐ തോട്ട് ഇതുപോലെ തന്നെ ഇതൊരു സിൻഡ്രോം ആണ്, ഡിസീസ് അല്ല. ഇറ്റ് വാസ് എ ഡംബസ്റ്റ് ഡിസിഷൻ. അറിയാണ്ട് തന്നെ എന്റെ പൂപ്പ് പോണ്. ആൻഡ് ഇറ്റ് മെയ്ഡ് മീ സോ ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല, ഗുളിക കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇങ്ങനെ കരയാ ഡോക്ടർ. എനിക്ക് വിഷമം, അവിടെ ഞാൻ മരിച്ചു പോവും, എനിക്ക് പേടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ഓക്കെ, റെയിൽവേ സ്റ്റേഷനുകൾ അടച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? വെയിറ്റ് ലോസും ഒരു 10 കിലോ കുറഞ്ഞു. അപ്പം സ്റ്റിൽ ബിറ്റ് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് മീ. കാരണം എന്റെ അമ്മയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ലൂസ് മോഷനും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ടായത് ഞാൻ പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പാത്രം കഴുകാൻ പോയി, അപ്പൊ അവിടത്തെ സ്മെല്ല് കിട്ടി, അപ്പൊ ഛർദിക്കും. ഞാൻ ഇനി മരിച്ചു പോവോ? അങ്ങനെ എന്ത് കണ്ടാലും ഛർദിക്കുക, എന്ത് കഴിച്ചാലും ഛർദിക്കുക. ആകെ ഗുളിക എന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആക്കി. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകള് ഡെയിലി ഛർദിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ ആയിരിക്കില്ലേ? ഐ ഗെറ്റ് ടു എക്സ്പീരിയൻസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ്. ഈ പ്രഗ്നന്റ് ആയ ലേഡീസ് ഒക്കെ എന്തോരം അവര് സഫർ ചെയ്യുന്ന IBSനെ കുറിച്ച് വളരെ ആധികാരികമായി അറിയുന്നത്. ഈ നഴ്സുമാരൊക്കെ വന്നിട്ട് പറയാ, അയ്യേ ഇത്ര വലിയ കുട്ടി നിന്നിട്ട് കരയാണ്, നീ എങ്ങനെയാ ഗുളിക കഴിക്കുക? ഈ ചെറിയ ആള് എങ്ങനെയാ ഗുളിക കഴിക്കാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ വെള്ളം ഇങ്ങനെ വായിൽ പിടിച്ചിട്ട് ഗുളിക ഇടും, എന്നിട്ട് അപ്പൊ ഗുളിക തന്നെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ട്രൈ ചെയ്തു. ഓക്കെ, ഞാൻ വെള്ളം വായിൽ പിടിച്ചിട്ട് ഗുളിക ഇടും. ഗുളിക ഉള്ളിലേക്ക് പോയടാ. പെട്ടെന്ന് വിശക്കുമ്പോ ആ സമയത്ത് ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് അപ്പൊ ആകെ വയ്യാണ്ടാവുന്ന, ആകെ വയ്യാണ്ടാവും. അപ്പം യു വിൽ ഓവർകം IBS. അപ്പം ഞാൻ ഓവർകം ചെയ്തിട്ടില്ല, പക്ഷെ യു